ഗുരുതരമായ പരിക്കാണ് ഗിരീഷിന് അന്ന് ഉണ്ടായത്. പുതിയ കഥയാണ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കൊലപാതകമായിരുന്നു. ഒരു ശുഭ തന്നെ നേരിട്ട് ഇതിനകത്തേക്ക് ഇൻവോൾവ് ഈ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത ആളെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കുന്നത്. കൊല്ലുക എന്നുള്ളൊരു ഏക വഴിയാണ് കുട്ടി കണ്ടത്. അപ്പൊ ഇന്ന് ഞാനൊരു കർണാടകയിൽ നടന്ന ഒരു മേർഡർ കേസിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും അവരുടെ എൻഗേജ്മെന്റ് നടക്കുവാണ്. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. വീട്ടുകാർക്ക് എന്നാൽ ഈ കല്യാണം നടത്തിയേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയാണ്. അങ്ങനെ ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുവാണ്. എന്നാൽ ഇവരുടെ കല്യാണം നടക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന അതിന് ശേഷം നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിലാണ്, കോർമംഗലയിലാണ് ഇഷ്യൂ നടക്കുന്നത്. കുട്ടിയുടെ പേര്, ആ ഒരു ലേഡിയുടെ പേര് ശുഭ ശങ്കരനാരായണൻ. ആൻഡ് ആ ഒരു വരന്റെ പേര്, പ്രതിസുധ വരന്റെ പേര് ഗിരീഷ്. ഇവരെ രണ്ടുപേരുടെയും സ്റ്റോറിയാണിത്. ആ ഒരു സ്റ്റോറി നമ്മളിപ്പോൾ റിംഗ് റോഡ് മർഡർ കേസിനാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എൻഗേജ്മെന്റ് നടക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു എൻഗേജ്മെന്റിന് തീരെ താല്പര്യമില്ല. ആ ഒരു കല്യാണത്തിനോട് നേരെ എതിരാണ് ഈ കുട്ടി, ഈ ഒരു കല്യാണത്തിനോട്. അത് 2003 നടക്കുന്ന ഡിസംബർ, വർഷമായില്ലേ? കുറെ വർഷമായിട്ടുള്ള ഒരു കേസാണ്. 2003 ഡിസംബറിൽ നടന്നൊരു കേസാണിത്. ആ കുട്ടി വീട്ടുകാരോട് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന്. പക്ഷെ വീട്ടുകാർക്ക് ഇത് തന്നെ നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോവാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഈ കുട്ടി ഈ ഗിരീഷിനെ വിളിക്കുകയാണ്, നമുക്കൊരു ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട്. രാത്രി ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അവര് ഡിന്നറിന് പോയി, ഡിന്നർ കഴിച്ചു. അതിനുശേഷം ഈ കുട്ടി തന്നെ പറയാണ് പ്ലെയിൻ കാണിക്കാം, എയർപോർട്ടിൽ പോയിട്ട് പ്ലെയിൻ പോകുന്നത് കാണിക്കാം എന്നുള്ള രീതിക്കാണ് ഈ ഗിരീഷിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ട് വരുന്നത്. അവരവിടെ നിൽക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു 2-3 പേര് വന്നു, ഈ ഗിരീഷിനെ വളഞ്ഞു, തലക്കടിച്ച് വീഴ്ത്തി. ആ ഒരു സമയം തന്നെ ഗിരീഷ് അവിടെ വീഴുക. അതിനുശേഷം 2 വൃദ്ധ ദമ്പതികൾ അവിടെ വരികയാണ്, ആ ഒരു സ്പോട്ടിൽ വരുവാണ്. അവരാണ് ഗിരീഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഗുരുതരമായ പരിക്കാണ് ഗിരീഷിന് അന്ന് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം ഗിരീഷ് മരിക്കുകയാണ്. സാധാരണ ഒരു മർഡർ കേസ് സാധാരണ ഒരു കൊള്ളയ്ക്ക് വന്നതാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇതൊരു 46 ദിവസത്തോളം തന്നെ ഈ കേസിന് ഒരു തരം മുന്നോട്ട് പോയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് പുതിയൊരു ഓഫീസറിനെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നാണയ്യ. അദ്ദേഹം ഇവരുടെ എൻഗേജ്മെന്റ് വീഡിയോ പ്ലേ ചെയ്യാൻ അദ്ദേഹത്തിന്റെ കിട്ടാൻ ഒരു ഇടയായി. അങ്ങനെ അദ്ദേഹം അത് പ്ലേ ചെയ്ത് നോക്കുക. ആക്ച്വലി അന്നത്തെ കാലത്ത് 2003 കാലഘട്ടങ്ങളിൽ അധികം ഫോണും കാര്യങ്ങളും ഇല്ല, അന്നത്തെ CCTV-കളില്ല, ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങൾ അന്നില്ല. അതാണ് ആ ഒരു കേസ് അത്രയും അങ്ങനെ ഒരു മൂവ്മെന്റും ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിന്നത്. അപ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടുള്ള നാണയ്യ, ആള് നല്ല ബ്രില്യൻ്റ് ആണ്, ആൾ ആ സമയത്ത് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആള് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വീഡിയോ, എൻഗേജ്മെന്റ് വീഡിയോ, അതിന് മുന്നേ തന്നെ ഈ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഇവർക്ക് ഫോൺ ഉണ്ടായിരുന്നു, ശുഭയ്ക്ക് ഫോൺ ഉണ്ടായിരുന്നു. ആ ഒരു കോൾ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന അന്ന് 73 കോളാണ് ഒരു ഫോണിലേക്ക് മാത്രം, ഒരു നമ്പറിലേക്ക് മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു കോളില് പിടിച്ചിട്ടാണ് ഈ ഒരു കേസ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു എൻഗേജ്മെന്റ് വീഡിയോസും കാര്യങ്ങളും നോക്കുന്നത്. ഇതൊരു പുതിയ കഥയാണ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കൊലപാതകമായിരുന്നു. മെയിനായിട്ട് ഈ എൻഗേജ്മെന്റ് വീഡിയോയിലെ ഈ കുട്ടിയുടെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ആദ്യം ഒരു സംശയം വരുന്നത്. കാരണം സാധാരണ നമ്മുടെ ഒരു എൻഗേജ്മെന്റ് നടക്കുവാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഹാപ്പി ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. ആ ഒരു രീതി ആയിരുന്നില്ല ആ കുട്ടിയുടെ. ഒരു താല്പര്യമില്ലായ്മ അപ്പോഴേ ആ കുട്ടിയിൽ കണ്ടു. അങ്ങനെ കുട്ടിയുടെ ഫോണ് പരിശോധിക്കാനിടയായപ്പോഴാണ് 73 മിസ് കോള് ഒരാളുടെ നമ്പറിലോട്ട് പോകുന്നത്. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ലോ കോളേജിൽ പഠിക്കുന്ന അരുൺ എന്ന് പറയുന്ന വിദ്യാർത്ഥിയിലോട്ടാണ് ഈ കോള് പോകുന്നത്. അങ്ങനെ അരുണിനെ പോലീസ് വിളിച്ചു വരുത്താനിടയായി. അങ്ങനെ അരുണിനെ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അരുൺ ആദ്യം അങ്ങനെ ഒന്നും പറഞ്ഞില്ല, നിഷേധിക്കായിരുന്നു എല്ലാം. തുടർന്ന് പുറത്തിറങ്ങിയ അരുൺ ആദ്യം വിളിക്കുന്നത് ഈ ശുഭേനെയാണ്. അത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്, അത് അരുൺ അറിയുന്നില്ല.
അങ്ങനെ വീണ്ടും അരുണിലോട്ട് എത്തുകയാണ്. അരുണിനെ രണ്ടാമത് കൊണ്ടുവരുമ്പോൾ അരുണിന് പിന്നെ ഒന്നും നിഷേധിക്കാൻ പറ്റാത്തൊരു. അരുൺ അവിടെ കുറ്റം സമ്മതിക്കുകയാണ് ഉണ്ടായിരുന്നത്. അരുൺ പറഞ്ഞത് ശുഭയ്ക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. ശുഭ പലവട്ടം തന്റെ വീട്ടിൽ ഇത് സംസാരിച്ചിട്ടും വീട്ടുകാർക്ക് ഇത് തന്നെ മതി എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ആ ഒരു ഇതിലാണ് ആ ഒരു കൊലപാതകം നടന്നത്. ഈ ഒരു അരുണിന്റെ റിലേറ്റീവായിട്ട് സംസാരിച്ച് വെങ്കട്ട് എന്ന് പറഞ്ഞൊരു വാടക കൊലയാളിനെ ഏർപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പല പ്രാവശ്യമായിട്ട് അത് നടന്നില്ല. ആ ഒരു കൊല നടക്കാൻ പറ്റിയില്ല, ഒരു കൊലപാതകം നടന്നില്ല. അപ്പോ ഈ ഒരു ശുഭ തന്നെ നേരിട്ട് ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടാണ് ഈ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത ആളെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു കൊല അവിടെ നടക്കുന്നത്. ആ ഒരു ഇതിന് ശേഷം ആ ഒരു കൊല നടന്നു. ഈ ഒരു 45-46 ദിവസത്തിന് ശേഷം ആ ഒരു കൊലയാളികളെ കംപ്ലീറ്റ് പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ശുഭ, അരുൺ, പിന്നെ അതുപോലെ തന്നെ ഏർപ്പാടാക്കിയ വെങ്കട്ടിന്റെ കൂടെ തന്നെ ദിനേശ്, ഈ ഒരു 4 പ്രതികളെ അറസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ അറസ്റ്റ് ചെയ്തു. ഇവർക്ക് ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. പിന്നെ 50,000 രൂപ പിഴയുമാണ് ശരിക്കും ശിക്ഷ വിധിച്ചത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ ആള് പോയിട്ടുണ്ടായിരുന്നു, ശുഭ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സുപ്രീം കോടതി ആ ഒരു അപ്പീല് തള്ളുകയാണ് ചെയ്തത്. താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി കണ്ട ഏക വഴി പ്രതിഷേധ വരനെ കൊല്ലുക എന്നുള്ളൊരു ഏക വഴിയാണ് ആ കുട്ടി കണ്ടത്. ആക്ച്വലി അയാളോട് പറയുക, അതെ, അയാളോട് തുറന്ന് പറയാമായിരുന്നു. നമുക്കറിയില്ല സാഹചര്യം എന്താന്ന്. എന്നാലും കൊലപാതകം ഒരിക്കലും നമുക്ക് പരിഹാരമല്ല. കൊലപാതകം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരാളുടെ ജീവിതം വെറുതെ കളയാ. സോ ഇതാണ് റിംഗ് റോഡ്. ഭയങ്കര ഫേമസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ചർച്ചാ വിഷയമാണ് അത്. താങ്ക് യു.